നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, വെറും 4.5 ലക്ഷം രൂപയ്ക്ക് അതിമനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഹൈലൈറ്റ്സ് കാണാം. ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണമ്പേട്ടയിലാണ് കേട്ടോ. ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആ വിഷ്ണുവിനും പെസി ദമ്പതികൾക്കും അവരുടെ പേരൻസിന് വേണ്ടി നിർമ്മിച്ച അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഇതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ. എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫ്ലാറ്റ് റൂഫോട് കൂടിയിട്ട് കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു എലിവേഷനാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൻ്റെ പുറം ഭിത്തികൾക്ക് വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കേട്ടോ പെയിൻറ് കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്ത് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലുകളും കൊടുത്തിരിക്കുന്നു. വിൻഡോസിനും ഡോറുകൾക്കെല്ലാം ടീക്ക് വുഡ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള 6 സെൻറ്റിലാണ് കേട്ടോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 2 ഫ്ലോറിലും കൂടിയിട്ട് 1550 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിൻ്റെ വിസ്തീർണം. എക്സ്റ്റീരിയറിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സൺഷെയ്ഡിന് താഴെയെല്ലാം ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ LED ഡിസൈനർ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഗേറ്റ് തുറന്ന് കയറുമ്പോൾ തന്നെ മുറ്റത്ത് സാൻഡൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും മിക്സ് ചെയ്ത് വിരിച്ചിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് കലാത്തിയ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഈ ഒരു പേവിങ് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും നീട്ടിയിട്ടിരിക്കുന്നു. അതിനപ്പുറത്തായിട്ട് പേൽ ഗ്രാസും വിരിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്ത് ബൗണ്ടറി ആയിട്ട് 3 മീറ്ററാണ് സെറ്റ് ബാക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ മൊത്തം ഏരിയയിലും ഈ ഒരു സാൻഡൂർ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുണ്ട്. വലതുവശത്തായിട്ടാണ് കാർ പാർക്കിങ്ങിൻ്റെ സ്ഥാനം. ആ ഒരു ഭാഗം മൊത്തം പേൾ ഗ്രാസും വിരിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് വിൻഡോയ്ക്ക് താഴെയായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബൈക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട്. പോർച്ചിന് ഒരു റെഡ് ഓക്സൈഡ് കളറിലൊരു ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ ഗ്രേ ഫിനിഷുള്ള ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. മെയിൻ ഡോറായിട്ട് ടീക്ക് വുഡിൽ ചെയ്ത 2 കതകളുള്ള ഒരു ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി ചെല്ലുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നേരെ കാണുന്നത് ഡൈനിങ് ഏരിയയിലേക്കുള്ള എൻട്രൻസും. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് TV യൂണിറ്റിൻ്റെ സ്ഥാനം. ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വുഡ് ആൻഡ് ഫിനിഷിലുള്ള PVC ഫ്ലൂട്ടഡ് പാനലാണ്. പ്ലൈവുഡിൽ ചെയ്തിട്ട് അതിന് മുകളിൽ വൈറ്റും വുഡും ഫിനിഷിലുള്ള മൈക്കുകൾ ഒട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കോർണർ സോഫ കൊടുത്തിരിക്കുന്നത്. 4 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്നാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം.
ലിവിങ് ഏരിയയിൽ റൂഫിൽ ജിപ്സം ബോർഡ് സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് 2 സ്ട്രിപ്പായിട്ട് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡൗൺ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകൾ കാണാം. ഡൈനിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു ആർച്ചി ഡ്രൈവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് CNC വർക്കും കൊടുത്തിരിക്കുന്നു. ടീക്ക് വുഡ് വിത്ത് വൈറ്റ് ഫിനിഷിലാണ് ഇതും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 6 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് സെറ്റ്. വുഡൻ ടേബിളിന് മുകളിൽ ഗ്ലാസിൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നു. ഡാർക്ക് മഹാഗണി മാറ്റ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു യൂണിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും റൂഫിൽ ജിപ്സം ബോർഡ് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റും കൺസീൽ ലൈറ്റും ഡൗൺ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ക്യൂട്ട്നെസ് തോന്നിയിട്ടുള്ള കോമൺ വാഷ് ഏരിയയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെയും എൻട്രൻസിൽ ആർച്ചി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ താരം ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ഈ ഒരു ഫോറസ്റ്റ് ഗ്രീൻ വാഷ് ബേസിനാണ് കേട്ടോ. ചുവരിൽ മാർബിൾ ഷെയ്ഡിലുള്ള ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. റൗണ്ട് ഷേപ്പിലുള്ള LED ലൈറ്റുള്ള മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്റിലേഷന് വേണ്ടി 2 ചെറിയ വിൻഡോസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൗണ്ടർ മൾട്ടിവുഡിൽ ചെയ്തിട്ട് അതിന് മുകളിൽ വൈറ്റ് മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. അതിന് സമീപത്തായിട്ട് ഒരു പ്ലാന്റർ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നതാണ് ഈ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതെ, ഇനി നമ്മൾ കിച്ചണിലെ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ദേ, ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഇങ്ങനൊരു കിച്ചൺ ആഗ്രഹിക്കാത്തവരുണ്ടോ? കിച്ചണിലെ വിശേഷം പറയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം ഇതുപോലത്തെ ഒരുപാട് ഹോം ടൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ കിച്ചൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത്. അതിനിടയിൽ 1-2 സ്ഥലത്തിൽ ടീക്ക് വുഡ് ഫിനിഷ് ആയിട്ടുള്ള ഓപ്പൺ ബോക്സുകളും കൊടുത്തിട്ടുണ്ട്. C ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് കൊടുത്തിരിക്കുന്നു. ചുമരിൽ ഗ്രേ ഷെയ്ഡിലുള്ള ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. ഈ ഒരു കിച്ചൺ കാണാൻ ഇത്രയും ഭംഗി എന്താണെന്നറിയോ? ആക്രിലിക് ഷീറ്റുകൾ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ ഇത്രയും ഫിനിഷിങ് കാണാനുള്ളത്. ദേ, ഈ ഒരു ഭാഗത്ത് കോർണറിൽ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഇതിന് മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ലൈറ്റ് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ലിൻഡൽ ലെവലിന് താഴെ വരുന്ന കിച്ചൺ ഡോറുകൾക്കെല്ലാം ബ്ലാക്ക് മാറ്റ് ഫിനിഷിലുള്ള പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലുള്ള കബോർഡുകൾക്കാണെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയ നോബുകളാണ് ഹാൻഡിലിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാത്രം ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ പ്ലേറ്റ് റാക്കും പിന്നെ കപ്പ് ഹോൾഡറുമാണ് ഉള്ളത്. ഹാൻഡിലിന് പുറകിലായിട്ട് ഹൈഡ്രോളിക് ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. ഡോറുകൾക്കെല്ലാം സോഫ്റ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഹിഞ്ചസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്യുവർ ഫ്ലെയിം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹുഡും ഹോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹുഡിന് താഴെ വരുന്ന ഭാഗത്ത് ഒരു ബോട്ടിൽ റാക്കും കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ റാക്കിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കട്ട്ലറി കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ 2 നോർമൽ പ്ലേറ്റ് റാക്കും കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും ജിപ്സം ബോർഡിൻ്റെ സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ പ്രൊഫൈൽ ലൈറ്റും ഡൗൺ ലൈറ്റ്സും കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കിച്ചനോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജും പിന്നെ പുകയില്ലാത്ത ആലുവ അടുപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഗ്യാസ് സ്റ്റവും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്കിനി ഈ ഒരു വീടിൻ്റെ ബെഡ്റൂമുകളുടെ വിശേഷങ്ങൾ കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂമുകളുടെ സ്ഥാനം. ആദ്യം നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകൾ കാണാം. സ്റ്റോറേജിനായിട്ട് വിൻഡോസിൻ്റെ ഇരുവശത്തും 2 ഡോറുകളുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് വരുന്ന കോട്ടും ബെഡാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലൈവുഡിൽ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു വൈറ്റ് കളറിലുള്ളത്. ബെഡിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ഒരു റെഡ് കളറിലുള്ള അപ്പോൾസറി കൊടുത്തതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് ഇരിക്കുന്ന ഭാഗത്തെ ചുമരിൽ ബ്രൗൺ കളറിലുള്ള വാൾപേപ്പർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കബോർഡുകളുടെയും നടുക്കായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഒറ്റ നോട്ടത്തിൽ ബേവിൻ്റെ പോലെ തോന്നുള്ളൂ, എന്നാൽ സെയിം ഫീച്ചറാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു ഗ്രേ ഷെയ്ഡിലുള്ള സിൻഡെക്സ് പോലത്തെ ഡോറാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഉള്ളിലും ഒരു ഗ്രേ തീമാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും മിക്സ് ചെയ്തിട്ട് സ്ട്രിപ്പായിട്ട് ഒട്ടിച്ചിരിക്കുന്നു. 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ബാത്റൂമിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഫ്ലോറിലായിട്ടും ഗ്രേ ഫിനിഷിങ്ങിലുള്ള മാറ്റായിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് പാരൻസിൻ്റെ ബെഡ്റൂം. വുഡിൽ ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ജിപ്സം ബോർഡ് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഡൗൺ ലൈറ്റ്സും കോവ് ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. വിൻഡോസിനെല്ലാം ബ്രൗൺ കളറിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലെ പോലെ തന്നെ സെയിം കളർ ട്യൂണിലുള്ള ടൈലുകളാണ് ഇവിടെയും ഒട്ടിച്ചിരിക്കുന്നത്. ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും മിക്സ് ചെയ്തിട്ട് സ്ട്രിപ്പായിട്ട് ഒട്ടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ പോകാം. നമുക്ക് സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം ലിവിങ് ഏരിയയിലാണ് കേട്ടോ. ഈ ഒരു കോർണർ സോഫയുടെ പുറകിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അവിടെയാണ് UPSനും ഇൻവെർട്ടറിനും ഒക്കെ സ്ഥാനം കൊടുത്തിട്ടുള്ളത് കേട്ടോ. SS ഇവിടുത്തെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്കെല്ലാം ഐവറി ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ കയറി ചെല്ലുന്നത് ഒരു ചെറിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലിവിങ് ഏരിയയുടെ മുകളിലും ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കോവലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ നമ്മുടെ ലിവിങ് ഏരിയയിലെ കോർണർ സോഫയുടെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ താഴെ ഒരു ഗസ്റ്റ് വന്നാലോ അതല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ഇരുന്ന് TV കാണുകയാണെങ്കിലും മുകളിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആവാൻ സാധ്യതയുണ്ട്. ചുമരിൽ ഈ ഒരു ഭാഗത്ത് സ്ലിറ്റുകൾ കൊടുത്തിട്ട് അതിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് അത്യാവശ്യത്തിന് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം കേട്ടോ. താഴത്തെ പോലെ തന്നെ ഡബിൾ ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. നല്ല ചെറിയൊരു ബാൽക്കണിയാണ്. ഹാൻഡ് റെയിലായിട്ട് 12mm ഗ്ലാസ് വിത്ത് ടോപ്പിൽ SS സ്ക്വയർ റാഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ബാൽക്കണിയുടെ തൊട്ട് തന്നെ ചെറിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഓപ്പൺ ടെറസിൻ്റെ ഏരിയയിലും സെയിം ഹാൻഡ് റെയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ 2 ചെയർ ഇവിടെ കൊടുന്നിടുകയാണെങ്കിൽ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഫാമിലി മെമ്പേഴ്സിന് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. എലിവേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു രീതിയിൽ ഗ്രേ കളറിലുള്ള ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കൊന്നും അതുകൊണ്ട് തന്നെ ചെയ്തിട്ടില്ല. ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് കാണാം കേട്ടോ. താഴത്തു നിന്ന് വ്യത്യാസമായിട്ട് ബ്രൗൺ തീമിലാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ ടൈലുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ബ്രൗൺ വിത്ത് ഡാർക്ക് ബ്രൗൺ പാറ്റേണിലാണ് ഈ ഒരു ടൈലുകൾ ഒട്ടിച്ചിട്ടുള്ളത്. 2x2 സൈസിലുള്ള ടൈലുകൾ കട്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് കേട്ടോ. അതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. താഴത്തെ കിച്ചനും വർക്ക് ഏരിയയും ഒരു ബെഡ്റൂം വരുന്ന ഭാഗത്ത് മുകളിൽ ഓപ്പൺ ടെറസ് ആയിരുന്നു. ആ ഒരു ഭാഗത്ത് ഡ്രസ് റൂഫ് ചെയ്തിട്ട്
ആ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവിനും പെസിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഹോം ടൂർ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഹോം ടൂർ വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.